Next, problem 4. Solve the equation 2x cube minus x square minus 22x minus 24 is equal to 0. Two of whose roots are in the ratio of 3:4. Okay. അപ്പോൾ നമ്മളോട് ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈ തന്നിരിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് ഒരു തേർഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്. സോ തേർഡ് ഡിഗ്രി ഇക്വേഷൻ ആയതുകൊണ്ട് ഇതിന് എന്തുണ്ടായിരിക്കും, 3 റൂട്ട്സ് പറയുന്നത് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് 3 റൂട്ട്സ് കണ്ടുപിടിക്കണം. ഇനി നമുക്ക് റൂട്ട്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ തന്നിരിക്കുന്ന ഹിൻ്റാണ് നമ്മൾ ഇനി നോക്കുന്നത്. 2 of whose roots are in the ratio 3:4 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിലെ 2 റൂട്ട് എന്ന് പറയുന്നത് 3:4 എന്ന് പറയുന്ന റേഷ്യോയിലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ആ റൂട്ട്സ് 3:4 എന്ന് പറയുന്ന റേഷ്യോയിൽ വരുന്ന റൂട്ട് നമ്മൾ 3 ആൽഫ എന്ന് പറയുന്നത് അതുമാതിരി തന്നെ 4 ആൽഫ എന്ന് പറയുന്നത് 2 റൂട്ടാക്കിയിട്ട് എടുക്കുക. ഓക്കെ, അപ്പോൾ തന്ന കണ്ടീഷൻ പ്രകാരം നമ്മൾ എന്ത് ചെയ്യാണ്, 2 റൂട്ട് എന്ന് പറയുന്നത് 3 ആൽഫയും 4 ആൽഫയാണെന്ന് നമ്മൾ എടുത്തു. ഓൾറെഡി ഇത് ഏത് ഡിഗ്രി പോളിനോമിയലാണ്? തേർഡ് ഡിഗ്രി പോളിനോമിയലാണ്. അപ്പോൾ തേർഡ് ഡിഗ്രി പോളിനോമിയൽ ആയതുകൊണ്ട് അതിന് 3 റൂട്ട് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇനി ഒരു റൂട്ട് കൂടിയും വേണം അല്ലേ. അപ്പോൾ നമ്മൾ അടുത്ത റൂട്ട് എന്ന് പറയുന്നത് ബീറ്റ എന്നെടുക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. അതായത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഒരു തേർഡ് ഡിഗ്രി പോളിനോമിയൽ തന്നിട്ടുണ്ടായിരുന്നു. ആ തേർഡ് ഡിഗ്രി പോളിനോമിയലിൻ്റെ 2 റൂട്ട്സ് നമുക്ക് പറയണത് 3:4 എന്ന് പറയുന്ന റേഷ്യോയിലാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ 3 ആൽഫ 4 ആൽഫ എന്ന് പറഞ്ഞ 2 റൂട്ട് എടുത്തു. തേർഡ് ഡിഗ്രി പോളിനോമിയൽ ആയതുകൊണ്ട് ഒരു റൂട്ട് കൂടി നമുക്ക് വേണം. അപ്പോൾ ആ റൂട്ട് എന്ന് പറയുന്നത് നമ്മൾ ബീറ്റ എന്നെടുത്തു. ഓക്കെ, ഇനി നമ്മളിവിടെ ഉപയോഗിക്കുന്നത് S1 S2 S3 ആ ഒരു റിലേഷൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, സോൾവ് ചെയ്യണത്. സോ നമ്മൾ ഇവിടുന്ന് S1 കമ്പ്യൂട്ട് ചെയ്യുക. S1 കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യാം, അതായത് ആദ്യം A0നെ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് ഹൈഫൻ ചെയ്തിട്ട് ഇടുക. ദെൻ നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ S1 is equal to S1 ആണ്. S1 is equal to, അപ്പോൾ 1 ഓഡ് ആയതുകൊണ്ട് ഒരു മൈനസ് വേണം. പിന്നെ ഇവിടെ ഉള്ളത് ഏതാണ്, -1 എക്സ് സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ -1 ഡിവൈഡഡ് ബൈ നമ്മളുടെ A0 എന്ന് പറയുന്നത് 2 എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ എന്ത് വരും, -1/2 -1/2 എന്ന് പറയുന്നത്. സോ അതെന്തായിട്ട് മാറും, S1 is equal to 1/2 എന്ന് പറയും അല്ലേ. ഇനി അതേമാതിരി നമ്മൾ അടുത്തത് എന്ത് ചെയ്യാണ്, S2 കമ്പ്യൂട്ട് ചെയ്യാണ്. S2 കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുക, S2 എന്ന് പറയുന്നത് കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് -22 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ S2 is equal to -22 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നത്. സോ വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് വരും, 11 എന്ന് വരും. ഇവിടെ ഈവൻ ആണ്, അപ്പോൾ നമുക്ക് അതിൻ്റെ മൈനസ് അതിൻ്റെ ആവശ്യകത ഇല്ല. ഇനി അടുത്തത് ഒന്നും കൂടി നമ്മൾ S3 കൂടി എഴുതി വെക്കുകയാണ്. സോ S3 is equal to എന്ത് ചെയ്യാണ്, 3 ആണ്, പോഡാണ്, ഇപ്പോൾ ഒരു മൈനസ് ഇട്ട് കൊടുത്തു. പിന്നെ ഇവിടുത്തെ ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് -24 ഡിവൈഡഡ് ബൈ 2 എന്നാണ്. അപ്പോൾ മൈനസ് കൂടി എന്തായിട്ട് മാറും, പ്ലസ് ആയിട്ട് മാറും. +24 ഡിവൈഡഡ് ബൈ 2 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. +24 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും, 12 വരും അല്ലേ. വിച്ച് ഈസ് ഈക്വൽ ടു 12 എന്ന് കിട്ടും അല്ലേ. ഇപ്പം നമ്മൾ S1 S2 S3 എന്ന് ഉള്ളത് എഴുതി. അത് ഞാൻ എപ്പോഴും പറയുന്ന മാതിരി ഇവിടെ 2നെ ഫിക്സ് ചെയ്യുക. S1 എഴുതാൻ ഇതേ ഡിവൈഡഡ് ബൈ ഈ ടേം ഒരു മൈനസ് വേണം. S2 എഴുതാൻ വേണ്ടിയിട്ട് ഇതേ ഡിവൈഡഡ് ബൈ ദിസ് ടേം. S3 എഴുതുമ്പോൾ this term divided by 2. ഓക്കെ, എത്ര ഉണ്ടായിരുന്നത്. ഇനി നമുക്ക് അറിയുന്നതാണ് അല്ലേ, S1 is equal to എന്താണ്, S1 എന്ന് പറയുന്നത് അതിപ്പോൾ ഒരു റിലേഷനിൽ നമ്മൾ ആദ്യം S1 is equal to 1/2 എന്ന് എഴുതി വെച്ചു. ഇനി നമുക്ക് S1 is equal to എങ്ങനെ എഴുതാൻ പറ്റും എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ S1നെ നമുക്ക് സം ഓഫ് റൂട്ട്സ് എഴുതാൻ പറ്റും അല്ലേ. സം ഓഫ് റൂട്ട്സ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ റൂട്ട് ഏതൊക്കെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്, 3 ആൽഫ 4 ആൽഫ ബീറ്റ എന്ന് പറയുന്നത്. അപ്പോൾ സം ഓഫ് റൂട്ട്സ് എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ എഴുതും, 3 ആൽഫ പ്ലസ് 4 ആൽഫ പ്ലസ് ബീറ്റ ബീറ്റ എന്ന് എഴുതാൻ പറ്റും. S1 is equal to ഓൾറെഡി നമ്മൾ S1 is equal to 1/2 എന്ന് കമ്പ്യൂട്ട് ചെയ്ത് വെച്ചിരുന്നു. സോ ദിസ് ഈസ് ഈക്വൽ ടു 1/2 എന്ന് നമുക്ക് കിട്ടി അല്ലേ. ഇനി നമ്മൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യാം. 3 ആൽഫയും 4 ആൽഫയും കൂടി ആഡ് ചെയ്യുമ്പോൾ എന്തായിട്ട് മാറും, 7 ആൽഫ പ്ലസ് ബീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു 1/2 എന്ന് കിട്ടി അല്ലേ. അപ്പോൾ അതാണ് നമ്മുടെ ഒരു റിലേഷൻ കിട്ടി. 7 ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് 1/2. സോ നമ്മൾ ആ റിലേഷൻ എടുത്തു എഴുതി വെച്ചു അല്ലേ. ഇനി അടുത്തത് S2 എഴുതണമല്ലേ നമുക്ക്. അപ്പോൾ S2 എഴുതുന്നതിന് മുന്നേ അതെങ്ങനെ എഴുതണമെന്ന് പറഞ്ഞുതരാം. S2 അപ്പോൾ നമ്മൾ ആദ്യം റൂട്ട്സ് ഇങ്ങനെ എഴുതിക്കുക, 3 ആൽഫ 4 ആൽഫ ബീറ്റ എന്ന് പറയണേ അല്ലേ. അപ്പോൾ ഇനി S2 is equal to എന്ത് ചെയ്യാം, ആദ്യം ഈ 2 ടേമിൻ്റെ പ്രോഡക്റ്റ്. സോ 3 ആൽഫ ഇൻറ്റു 4 ആൽഫ പ്ലസ് ദെൻ ഈ 2 ടേമിൻ്റെ, അതായത് 3 ആൽഫ ഈ ഒരു ടേമിൻ്റെ കൂടി പ്രൊഡക്റ്റ്. സോ എന്ത് വരും, 3 ആൽഫ ഇൻറ്റു ബീറ്റ എന്ന് പറയുന്നത് പ്ലസ് ലാസ്റ്റ് 2 ടേമിൻ്റെ പ്രൊഡക്റ്റ്. ഏതൊക്കെ, ഈ 2 ടേമിൻ്റെ കൂടിയും പ്രൊഡക്റ്റ്. 4 ആൽഫ
ഇൻറ്റു ബീറ്റ എന്ന് പറയുന്നത് അല്ലേ. അങ്ങനെയാണ് നമ്മൾ S2 എഴുതി വയ്ക്കുക. ആൻഡ് ഓൾറെഡി നമ്മൾ S2 is equal to -11 എന്ന് പറയുന്നത് കമ്പ്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സോ ദിസ് ടേം ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം -11 എന്ന് എഴുതി വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഇതിനൊന്ന് ചെയ്യാണ്, കമ്പ്യൂട്ടേഷൻ ചെയ്യാണ്. ഇപ്പോൾ 3 ആൽഫ ഇൻറ്റു 4 ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? 12 3 into 4 12 ആൽഫ ഇൻറ്റു ആൽഫ ആൽഫ സ്ക്വയർ പ്ലസ് 3 ബീറ്റ ആൽഫ. ഓക്കെ, അതങ്ങനെ തന്നെ 3 ആൽഫ ബീറ്റ പ്ലസ് ഇവിടെ എന്ത് വരും? ഒരു 4 ആൽഫ ബീറ്റ എന്ന് വരും അല്ലേ. 4 ആൽഫ ബീറ്റ എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? 12 ആൽഫ സ്ക്വയർ പ്ലസ് 7 ആൽഫ ബീറ്റ എന്ന് വരും, വിച്ച് ഇസ് ഈക്വൽ ടു -11 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത റിലേഷൻ കിട്ടി. സോ പുട്ടിട്ട് അതിനൊക്കെ ഓരോ റിലേഷൻ അല്ലേ. 12 ആൽഫ സ്ക്വയർ പ്ലസ് 7 ആൽഫ ബീറ്റ വിച്ച് ഇസ് ഈക്വൽ ടു -11. സോ പുട്ടിറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 2 അടുത്തൊരു റിലേഷൻ ആയിട്ട് എടുത്തു വെച്ചു. ഇനി ഓൾറെഡി നമുക്ക് S3 അല്ലേ, S3 ഇസ് ഈക്വൽ ടു എന്താണ്? പ്രൊഡക്റ്റ് ഓഫ് ദ റൂട്ട്സ്. ഇവിടുത്തെ റൂട്ട്സ് ഏതൊക്കെയാണ്? 3 ആൽഫ ഇൻറ്റു 4 ആൽഫ, അടുത്ത റൂട്ട് 4 ആൽഫ ഇൻറ്റു ബീറ്റ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതെന്തായിട്ട് മാറും? 3 ഇൻറ്റു 4 പറയുമ്പോൾ 12 ആൽഫ ഇൻറ്റു ആൽഫ പറയുമ്പോൾ ആൽഫ സ്ക്വയർ, ദെൻ നെക്സ്റ്റ് ബീറ്റ എന്ന് പറയുന്നത്. സോ നമുക്ക് എന്ത് കിട്ടി? 12 ആൽഫ സ്ക്വയർ ബീറ്റ എന്ന് കിട്ടി. ഓൾറെഡി നമ്മളിവിടെ S3 is equal to 12 എന്ന് പറയും, S3 is equal to 12 എന്ന് പറയുന്നത് നമ്മളിവിടെ കമ്പ്യൂട്ട് ചെയ്ത് വെച്ചിരുന്നു. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? 12 ആൽഫ സ്ക്വയർ ബീറ്റ ഈസ് ഈക്വൽ ടു 12 എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു റിലേഷനും കിട്ടി. എന്ത് കിട്ടി? 12 ആൽഫ സ്ക്വയർ ബീറ്റ ഇസ് ഈക്വൽ ടു 12 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഈ 3 ഇക്വേഷൻസ് കൂടിയും സോൾവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട്, അതായത് നമുക്ക് ആൽഫേൻ്റെയും ബീറ്റേൻ്റെയും വാല്യൂസ് കണ്ടുപിടിക്കുകയാണ് ഇനി അടുത്ത സ്റ്റെപ്പിൽ വേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ 3 ഇക്വേഷൻസ് കൂടി, ഈ 3 റിലേഷൻസ് കൂടിയും വെച്ചിട്ടാണ് സോൾവ് ചെയ്യണത്. സോ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ഫസ്റ്റത്തെ റിലേഷൻ, ഈ ഒരു റിലേഷൻ ഉണ്ടായിരുന്നു. ഏതാണ് നമ്മുടെ റിലേഷൻ? 7 ആൽഫ പ്ലസ് ബീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു 1/2 എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് നമ്മൾ ബീറ്റ ഈസ് ഈക്വൽ ടു എന്താണെന്ന് എഴുതാം. ബീറ്റ ഈസ് ഈക്വൽ ടു എന്താ വരിക? ഈ ബീറ്റേനെ ഇവിടെ നിർത്തിയിട്ട് 7 ആൽഫേനെ അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്ത് വരും? 1/2 മൈനസ് 7 ആൽഫ എന്ന് പറയുന്നത് അല്ലേ. അപ്പം നമുക്ക് ബീറ്റ ഈസ് ഈക്വൽ ടു 1/2 മൈനസ് 7 ആൽഫ എന്ന് കിട്ടി. ആ കിട്ടിയതിനെ എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം? ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. എന്താണ് നമ്മുടെ ഇക്വേഷൻ? അതായത് 12 ആൽഫ സ്ക്വയർ പ്ലസ് 7 ആൽഫ ബീറ്റയ്ക്ക് പകരം നമ്മളിപ്പോൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം എന്നാണ് പറഞ്ഞത്? 1/2 മൈനസ് 7 ആൽഫ അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കുകയാണ്? 1/2 മൈനസ് 7 ആൽഫ വിച്ച് ഈസ് ഈക്വൽ ടു -11 എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? ഇതിനെ നമ്മളൊന്ന് എക്സ്പാൻഡ് ചെയ്യുക. അങ്ങനെ, അതായത് ആ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുക. അങ്ങനെ ബ്രാക്കറ്റ് ഓപ്പൺ, ഒരു മിനിറ്റ് അതിന് മുന്നേ. ഓക്കെ, ഇതായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. ഇനി നമ്മൾ ഇതിനെ ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് അതിനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതുമ്പോൾ നമുക്കൊരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ കിട്ടും. ഓക്കെ, അത് കമ്പ്യൂട്ടേഷൻസ് നിങ്ങൾ ചെയ്യുക. അപ്പം നമ്മളിത് ചെയ്യുമ്പോൾ ഇനി വേണമെങ്കിൽ ഇങ്ങനെ വരും: 12 ആൽഫ സ്ക്വയർ പ്ലസ് 7 ആൽഫ ഇൻറ്റു 1/2 എന്ന് പറയുമ്പോൾ എന്ത് വരും? 7 ആൽഫ ഡിവൈഡഡ് ബൈ 2 പ്ലസ് 7 ആൽഫ മൈനസ് 7 ആൽഫ എന്ന് പറയുമ്പോൾ എന്ത് വരും? 7 ഇൻറ്റു 7 49 ആൽഫ സ്ക്വയർ ഇറ്റ്സ് ഈക്വൽ ടു -11 എന്ന് വരും. ദെൻ നമ്മൾ ഈ ഇക്വേഷൻ ഒരു ത്രൂ ഔട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എന്നിട്ട് എന്നാൽ പിന്നെ ഈ ഒരു ഡിവൈഡഡ് ബൈ ടേം പോവും. എന്നിട്ട് നമ്മൾ അറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മൊത്തത്തിൽ പിന്നെ കിട്ടാൻ പോകുന്നത് ഈ ഒരു ഇക്വേഷൻ ആയിരിക്കും. 74 ആൽഫ സ്ക്വയർ മൈനസ് 7 ആൽഫ മൈനസ് 22 ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ കിട്ടി. ഇതൊരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ഇൻ ആൽഫയിലാണ് അല്ലേ. ആൽഫയിലുള്ള ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആണ്. സോ ആൽഫ ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? -b പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b സ്ക്വയർ മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a എന്ന് വെച്ചിട്ട് നമ്മൾ അതിൻ്റെ റൂട്ട് കണ്ടുപിടിക്കുക. അങ്ങനെ റൂട്ട് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ആൽഫ ഈക്വൽ ടു 22 ഡിവൈഡഡ് ബൈ 37 എന്നും അതുമാതിരി തന്നെ ആൽഫ ഈക്വൽ ടു -1/2 എന്ന് കിട്ടി. ഓക്കെ, ഇപ്പം നമുക്ക് ആൽഫയ്ക്ക് 2 പോസിബിൾ വാല്യൂസ് കിട്ടി. ആൽഫ ഈക്വൽ ടു 22 ഡിവൈഡഡ് ബൈ 37 എന്ന് പറയണതും അതുമാതിരി തന്നെ ആൽഫ ഈക്വൽ ടു 1/2 എന്ന് പറയണത്. ഓക്കെ, പിന്നെ നമുക്ക് ആൽഫയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ബീറ്റേൻ്റെ വാല്യൂ കൂടിയും കണ്ടുപിടിക്കണം അല്ലേ. ആൽഫ കിട്ടി, ഇനി നമുക്ക് ബീറ്റ കൂടിയും കണ്ടുപിടിക്കണം. സോ ബീറ്റ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യാണ്? ഈ ഇക്വേഷനിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ സോ ബീറ്റ ഈക്വൽ ടു 1/2 മൈനസ് 7 ഇൻറ്റു 22 ഡിവൈഡഡ് ബൈ 37 എന്ന് നമ്മൾ ചെയ്യുക. അങ്ങനെ അത് ചെയ്ത് വരുമ്പോൾ അത് ചെയ്ത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ബീറ്റ ഈക്വൽ ടു എന്ത് കിട്ടി? -271 ഡിവൈഡഡ് ബൈ 74 എന്ന് നമുക്ക് കിട്ടും ബീറ്റ ഈക്വൽ ടു. ഓക്കെ,
അപ്പോൾ അങ്ങനെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ പെയർ പറ്റുമെന്ന് നമ്മൾ ഇപ്പോൾ 2 ഇക്വേഷൻസ് വെച്ചിട്ടാണ് സോൾവ് ചെയ്യുന്നത്. നമുക്ക് 3 ഇക്വേഷൻസ് ഉണ്ടായിരുന്നു അല്ലേ, 3 റിലേഷൻ നമ്മൾ പറഞ്ഞു. S1 നിന്ന് ഒരു റിലേഷൻ, S2 നിന്ന് ഒരു റിലേഷൻ, S3 നിന്ന് ഒരു റിലേഷൻ പറഞ്ഞിരുന്നു. അങ്ങനെ നമ്മൾ 3 റിലേഷൻസ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ 3 റിലേഷൻസ് കൂടി സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ നമ്മൾ 2 റിലേഷൻസ് വെച്ചിട്ടാണ് ഇപ്പോൾ ഇത് സോൾവ് ചെയ്തത്. ഇനി ഈ ആൽഫയും ബീറ്റേൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഇക്വേഷൻ നമ്പർ 3 സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കണം. അതുകൂടിയും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിലാണ് നമുക്ക് ആൽഫ ഈക്വൽ ടു 22 ഡിവൈഡഡ് ബൈ 37 എന്ന് പറയുന്നത്, ബീറ്റ ഈക്വൽ ടു -271 ഡിവൈഡഡ് ബൈ 74 എന്ന് പറയുന്ന വാല്യൂസ് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ വാല്യൂസ് ആൽഫൻ്റെ ഈ ഒരു വാല്യൂസ്, അതായത് 12 ഇൻറ്റു ആൽഫ സ്ക്വയർ എന്ന് പറയുന്നത് എന്തായിരിക്കണം? 22 ഡിവൈഡഡ് ബൈ 37 ഹോൾ സ്ക്വയർ ഇൻറ്റു നമ്മൾ എന്തായിരിക്കുന്നത് -271 ഡിവൈഡഡ് ബൈ എന്ത് വരും? 74 എന്ന് വരും. വിച്ച് ഈസ് ഈക്വൽ ടു 12 ആണ് കിട്ടുന്നത്. വിച്ച് ഈസ് ഈക്വൽ ടു 12 ഇവിടെ കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ പോസിബിൾ ആയിട്ടുള്ള ആൽഫയും ബീറ്റയും ചൂസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് പറ്റില്ല. അപ്പോൾ ഓൾറെഡി ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയും, അതായത് ഇതൊരു സ്ക്വയർ ടേം ആണ് അല്ലേ. ഇത് സ്ക്വയർ ടേം ആയതുകൊണ്ട് ഇത് പോസിറ്റീവ് ആണ്, ഇതും പോസിറ്റീവ് ടേം ആണ്. പിന്നെ നമ്മൾ ആ പോസിറ്റീവ് ടേമിനെ കൊണ്ട് ഒരു മൈനസ് ടേം കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. സോ നമ്മുടെ LHSലുള്ള ടേം എന്ന് പറയുന്നത് എന്തായിരിക്കും? മൈനസ് ടേം ആണ്. ബട്ട് നമുക്ക് RHSൽ വരേണ്ടത് എന്താണ്? 12 ആണ്. അതൊരു പോസിറ്റീവ് ടേം ആണ്. അപ്പോൾ അത് പറ്റില്ല അല്ലേ. അങ്ങനെ അതായത് ഈക്വൽ ആവണമെങ്കിൽ LHSലും RHSലും ഒരേ ടേംസ് തന്നെ. അപ്പോൾ ഓരോരുത്തർ നെഗറ്റീവ് ടേം, ഓരോരുത്തർ പോസിറ്റീവ് ടേം. സോ ഈ പോസിബിൾ ആയിട്ടുള്ള ആൽഫേൻ്റെയും ബീറ്റേൻ്റെയും വാല്യൂസ് നമുക്ക് പറ്റില്ല. ഓക്കെ, അതായത് നമ്മുടെ അതായത് ആൽഫ ഈക്വൽ ടു 22/37 എന്ന് പറയുന്നത്, ബീറ്റ ഈക്വൽ ടു ദിസ് വാല്യൂ എന്ന് പറയുന്നതും ഈ ഒരു റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ഈ റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യാത്തതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ പെയർ, ഈ പോസിബിൾ ആയിട്ടുള്ള ആൽഫേൻ്റെ വാല്യൂ പറ്റില്ല എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇപ്പം ഞാൻ നേരത്തെ മൈനസ് ടേം വരുന്നു എന്നാണ്. ഇനിയിപ്പോൾ അത് സംശയമുള്ളവർ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഈ 12 ആൽഫ സ്ക്വയർ ബീറ്റ അല്ലേ, അതായത് 12 ഇൻറ്റു അതായത് 22 ഡിവൈഡഡ് ബൈ 37 ഹോൾ സ്ക്വയർ ഇൻറ്റു ബീറ്റ എന്ന് പറയുന്നത് -271 ഡിവൈഡഡ് ബൈ 4 ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ കാൽക്കുലേറ്ററിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസ് ഈക്വൽ ടു 12 ആവില്ല വാല്യൂ കിട്ടുന്നുണ്ടാവുക. അങ്ങനെയും ചെയ്താൽ മതി. അപ്പോൾ കമ്പ്യൂട്ടേഷൻ ചെയ്യാതെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു. ഇപ്പോൾ ഈ 2 ടേം ഓൾറെഡി എന്തായാലും പോസിറ്റീവ് ആണ്. പോസിറ്റീവ് ടേമിൻ്റെ പ്രൊഡക്റ്റ് എന്തായാലും പോസിറ്റീവ് ടേം ആയിരിക്കും. പിന്നെ അതുകൊണ്ട് നമ്മളൊരു നെഗറ്റീവ് ടേം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വോൾ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ടേം ആയിരിക്കും. പക്ഷേ നമുക്ക് RHSലുള്ളത് ഒരു പോസിറ്റീവ് ടേം ആണ്. സോ ആ ഒരു പോസിബിൾ പെയർ എന്ന് പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്തേ പറ്റുള്ളൂ? അപ്പോൾ നമുക്ക് ഈ ആൽഫ ഈക്വൽ ടു 22/7 എന്ന് പറയുന്ന വാല്യൂ പറ്റില്ല. അപ്പോൾ ഇനി എന്തേ പറ്റുള്ളൂ? നമുക്ക് ആൽഫ ഈക്വൽ ടു -1/2 എന്ന് പറയുന്ന വാല്യൂ മാത്രമാണ് നമുക്ക് പോസിബിൾ ആയിട്ടുള്ള കാര്യം. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ആൽഫ ഈക്വൽ ടു -1/2 ആകുമ്പോൾ ഉള്ള ബീറ്റേൻ്റെ വാല്യൂ എന്താന്ന് നോക്കുക. സോ ആൽഫ ഈക്വൽ ടു -1/2 ആകുമ്പോൾ ബീറ്റ ഈക്വൽ ടു എന്തായിട്ട് മാറും? 1/2 -7 ഇൻറ്റു -1/2 എന്ന് വരും. സോ ഇതെന്തായിട്ട് മാറും? 1/2 മൈനസ് ഇൻറ്റു മൈനസ് എന്ന് പറയുന്നത് പ്ലസ് ആയിരിക്കും, +7/2 എന്ന് കിട്ടും. സോ നമുക്കത് ആഡ് ചെയ്യുമ്പോൾ എന്താ പറയുക? ഡിനോമിനേറ്റേഴ്സ് സെയിം ആണ്. സോ നമ്മൾ ന്യൂമറേറ്റേഴ്സ് ആഡ് ചെയ്യുക. സോ വിച്ച് ഈസ് ഈക്വൽ ടു 8/2 അല്ലേ. അപ്പോൾ 8/2 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് വരും? വിച്ച് ഈസ് ഈക്വൽ ടു 4. സോ ബീറ്റേൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായി കിട്ടി? നമുക്ക് ബീറ്റ ഈക്വൽ ടു 4 എന്ന് കിട്ടി അല്ലേ. നമുക്ക് എന്താ കിട്ടിയത്? ഇപ്പോൾ ആൽഫ ഈക്വൽ ടു -1/2 എന്ന് പറയുന്ന വാല്യൂ, ബീറ്റ ഈക്വൽ ടു 4 കിട്ടി. ഇതായിരുന്നു നമ്മളോട് സോൾവ് ചെയ്തെടുക്കാൻ പറഞ്ഞ്? അല്ല, നമ്മളോട് റൂട്ട്സ് എന്താണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരുന്നത് അല്ലേ. അപ്പം നമ്മൾ റൂട്ട്സ് എന്താണെന്ന് എടുത്തായിരുന്നു ആദ്യം 3 ആൽഫ, അതുമാതിരി തന്നെ എന്തായിരുന്നു എടുത്തായിരുന്നത്? 4 ആൽഫ, അതുമാതിരി തന്നെ ബീറ്റ എന്നുള്ളതാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിച്ചാലേ നമുക്ക് റൂട്ട് ആവുള്ളൂ. ഇപ്പോൾ 3 ആൽഫ എന്ന് പറയുന്നത് 3 ഇൻറ്റു എന്ത് വരും? -1/2 അല്ലേ. ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? -3/2. 4 ആൽഫ എന്ന് പറയുമ്പോൾ 4 ഇൻറ്റു എന്ത് വരും? -1/2. 4 ഇൻറ്റു -1/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ഇൻറ്റു -1/2 ചെയ്യുമ്പോൾ എന്ത് വരും? 2 2 ക്യാൻസൽ ആയി പോകും. ഇവിടെ 2. സോ വിച്ച് ഈസ് ഈക്വൽ ടു -2 എന്ന് പറയും. ആൻഡ് ബീറ്റ ഓൾറെഡി നമുക്ക് 4 ആണെന്ന് അറിയാം. സോ നമ്മുടെ റൂട്ട്സ് ഏതൊക്കെയായിട്ട് മാറി? -3/2 -2 4 എന്നായിരുന്നു നമ്മുടെ റൂട്ട്സ്. ഓക്കെ, ഏതായിരുന്നു റൂട്ട്സ്? -3/2 -2 4. ഇതായിരുന്നു നമ്മുടെ 3 റൂട്ട്. നമുക്കത് കണ്ടുപിടിക്കാനാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, ഇനി പ്രോബ്ലം വേണമെങ്കിൽ ഒരു സ്ട്രെച്ചിൽ ഒന്നിച്ചുകൂടി പറഞ്ഞു തരാം എന്തൊക്കെയാണ് ചെയ്തത് എന്ന്. നമുക്ക് തന്നിരിക്കുന്ന
പറയുന്നത് ഒരു തേർഡ് ഡിഗ്രി പോളിനോമിയൽ ആയിരുന്നു. അപ്പോൾ നമുക്ക് 3 റൂട്ട് ഉണ്ട്. 2 റൂട്ട് എന്ന് പറയുന്നത് 3:4 എന്ന് പറയുന്ന റേഷ്യോയിലാണ്. സോ നമ്മുടെ ഇതിൻ്റെ റൂട്ട്സ് എന്ന് പറയുന്നത് 3 ആൽഫ 4 ആൽഫ ബീറ്റ എന്നെടുത്തു. നമ്മൾ S1 കണ്ടുപിടിച്ചു ആദ്യം, പിന്നെ S2 കണ്ടുപിടിച്ചു, S3 കണ്ടുപിടിച്ചു. അത് നമ്മൾ ഇങ്ങനെ ഈ ഒരു റിലേഷൻ ഞാൻ പറഞ്ഞില്ല, ഇത് വെച്ചിട്ടാണ് കണ്ടുപിടിച്ചത്. അതിനുശേഷം ഈ ടേം ആ റൂട്ടായിട്ടുള്ള ആ ഒരു ടേംസ് നോക്കി അതിൽ നിന്ന് നമ്മൾ 3 ഇക്വേഷൻസ് ഫോം ചെയ്തു. 3 ഇക്വേഷൻ ഫോം ചെയ്തിട്ട് ആദ്യത്തെ 3 ഇക്വേഷൻസ് നമ്മൾ ഫോം ചെയ്തു. സോ അതിലെ ആദ്യത്തെ 2 ഇക്വേഷൻസ് വെച്ചിട്ട് ആൽഫേൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു. ആൽഫേൻ്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് നമ്മൾ ബീറ്റേൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു. എന്നിട്ട് ആ ആൽഫേൻ്റെയും ബീറ്റേൻ്റെയും വാല്യൂ എന്ന് പറയുന്നത് ഈ മൂന്നാമത്തെ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കി. അപ്പം അങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒറ്റ പോസിബിലിറ്റി ഉണ്ടായിരുന്നുള്ളൂ, ആൽഫ = -1/2. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്മുടെ റൂട്ട്സ് എന്ന് പറയുന്നത്, നമ്മുടെ റൂട്ട്സ് ഏതൊക്കെയാണ് നമ്മൾ എടുത്തിരുന്നത് 3 ആൽഫ 4 ആൽഫ ബീറ്റ എന്നായിരുന്നു. സോ നമുക്ക് ഇതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തപ്പോൾ നമ്മുടെ റൂട്ട് എന്ന് പറയുന്നത് -3/2 -2 4 എന്ന് കിട്ടി. ഓക്കെ, അത്രയാണ് ഈ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നത്.